ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ നിരപരാധിത്വം തെളിയിക്കാൻ കോടതിയിൽ വാദങ്ങൾ നിരത്തുകയാണ് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ. സ്ത്രീ പ്രവേശനത്തെ ശക്തമായി എതിർത്തതിന്റെ പേരിൽ തനിക്ക് വലിയ തിരിച്ചടികളുണ്ടായി. ശ്രീകോവിലെ കട്ടളപ്പാളി സ്വർണം പൊതിഞ്ഞതിന് UB ഗ്രൂപ്പിന്റെ ഒരു ഉദ്യോഗസ്ഥന്റെ കത്തല്ലാതെ ദേവസ്വം രേഖകൾ ഇല്ല എന്ന് പത്മകുമാർ. കട്ടളപ്പാളി ക്ഷേത്രത്തിന് പുറത്തു കൊണ്ടുപോയത് തന്ത്രിയുടെ കൂടി അറിവോടെയാണ്. താൻ ആ സമയത്ത് ശബരിമലയിൽ ഉണ്ടായിരുന്നില്ല എന്നും പത്മകുമാറിന്റെ വാദം. ബിനിൽ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. കൊച്ചിയിൽ നിന്ന് ബിനിൽ, കഴിഞ്ഞ ദിവസം എൻ വാസുവും പറയുന്നത് ഇത് തന്നെയാണ്, യാതൊരു തെളിവുകളും ഇല്ല എന്നുള്ളത്. സർക്കാരിനാകെ പ്രൊഡ്യൂസ് ചെയ്യാനുണ്ടായിരുന്ന ഒരേ ഒരു കാര്യം, ഈ അന്ന് സർക്കാരിനാകെ പ്രൊഡ്യൂസ് ചെയ്യാനുണ്ടായിരുന്നത് ആകെ ഈ സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഒരു ഉദ്യോഗസ്ഥന്റെ കത്ത്, ഒരു മൊഴി മാത്രമായിരുന്നു. ഇന്നിപ്പോ പറയുന്നത്, ഇപ്പോൾ എ പത്മകുമാറും പറയുന്നത് ഒരു കത്ത് മാത്രമാണ്, UB ഗ്രൂപ്പിന്റെ ഒരു കത്ത് മാത്രമാണ് തെളിവുള്ളത്, മറ്റൊരു രേഖയും ദേവസ്വത്തിന്റെ പക്കലില്ല എന്നുള്ളതാണ്. മാധു, അത് തന്നെയാണ് ഏതാണ്ട് സത്യമെന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ വരുന്നത്. ഇതുവരെ SITക്ക് ഹൈക്കോടതിയിൽ ഇത് സംബന്ധിച്ച ദേവസ്വത്തിന്റെ കയ്യിലുള്ള രേഖകളൊന്നും തന്നെ ഹാജരാക്കാനും കഴിഞ്ഞിട്ടില്ല. നേരത്തെ എൻ വാസുവിന്റെ ജാമ്യ ഹർജിയിൽ ഈ വാദം ഉന്നയിച്ചത് അദ്ദേഹത്തിന്റെ അഭിഭാഷകനാണ്. അത് ഞെട്ടലോടുകൂടിയാണ് നമ്മൾ കേട്ടത്. കാരണം ഈ സ്വർണം പൊതിഞ്ഞത് 99-ൽ ആ സമർപ്പണത്തിന് ശേഷം നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ് അവിടെ ഈ ശ്രീകോവിൽ സ്വർണ്ണപ്രഭയിൽ നിൽക്കുന്നത്. പക്ഷേ ഈ കട്ടളപ്പാളി അടക്കം നേരത്തെ സ്വർണം പൊതിഞ്ഞതിന് ഈ ഒരു രേഖയും ഈ ദേവസ്വം ബോർഡിന്റെ കയ്യിലില്ല എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. എന്തായാലും അതിന്റെ ഒരു കച്ചിത്തുരുമ്പിൽ പിടിച്ചുകൊണ്ടാണ് എൻ വാസുവിന് പുറമെ ഇപ്പോൾ എ പത്മകുമാറും ഹൈക്കോടതിയിൽ വാദമുഖങ്ങളുമായി വന്നിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, 2018-ലെ സ്ത്രീ പ്രവേശന കാലത്തെ അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു എന്നതാണ്. അന്ന് സ്ത്രീ പ്രവേശനത്തിനും ആചാര ലംഘനത്തിനുമെതിരെ ശക്തമായ നിലപാടെടുത്ത കടുത്ത അയ്യപ്പ വിശ്വാസിയാണ് താനെന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് തന്നെ ശബരിമല അയ്യപ്പന്റെ സ്വത്തുക്കൾ കൊള്ളയടിക്കാനോ മോഷ്ടിക്കാനോ താൻ ആരെയും അനുവദിക്കുകയോ അതിന് കൂട്ടുനിൽക്കുകയോ ചെയ്യില്ല. ഇപ്പോൾ ഈ നിലപാടിന്റെ പേരിൽ പോലും തനിക്ക് മുതിർന്ന രാഷ്ട്രീയ നേതാവിൽ നിന്നും അതോടൊപ്പം തന്നെ സാമൂഹ്യ നേതാക്കളിൽ നിന്നുമൊക്കെ തന്നെ ശത്രുതയാണ് ഉണ്ടായത്. വലിയ തിരിച്ചടികൾ നേരിട്ടിട്ടുള്ള ഒരാളാണ് താൻ ആ നിലപാടിന്റെ പേരിലെന്നാണ് അദ്ദേഹം പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ തന്ത്രിയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ജാമ്യ ഹർജിയിൽ പറയുന്നുണ്ട്. ഈ കട്ടളപ്പാളി സന്നിധാനത്ത് നിന്ന് അഴിച്ചെടുത്ത് കേസിലെ 1-ാം പ്രതിയായി ഉണ്ണികൃഷ്ണൻ പൊറ്റിക്ക് കൈമാറുമ്പോൾ ആ മഹസറിൽ ഒപ്പിട്ടവരിൽ തന്ത്രി അടക്കമുള്ളവരുണ്ട്. അവർക്ക് അത് ദേവസ്വം മാനുവലിന് വിരുദ്ധമാണ് എന്ന അറിവുണ്ടെങ്കിൽ അത് ബോധ്യപ്പെട്ട് അവർക്ക് അതിന്റെ കൈമാറ്റത്തിന് അവരും കൂടി കൂട്ടുനിന്നു എന്നതാണ് എ പത്മകുമാർ വ്യക്തമാക്കുന്നത്. എന്തായാലും ശബരിമല സന്നിധാനത്ത് ഈ കട്ടളപ്പാളികൾ അഴിച്ചു കൊണ്ടുപോകുന്ന സമയത്ത് താൻ ഉണ്ടായിരുന്നില്ല എന്നതാണ് അദ്ദേഹത്തിന്റെ വാദം. അന്നത്തെ ദേവസ്വം കമ്മീഷണറാണ് ഈ കേസിൽ ആദ്യം ഹൈക്കോടതി ചെയ്യുന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം എൻ വാസുവിന്റെ ഈ വാദം ഉണ്ടാകുമ്പോൾ കോടതി പിന്നെ കേസ് തന്നെ ഇല്ലല്ലോ എന്നുള്ള നിലയ്ക്കാണ്. ഈ കേസിൽ കോടതി ആദ്യം ചെയ്യുന്നത് ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണം നടത്തുകയാണ്. ദേവസ്വം വിജിലൻസ് പ്രാഥമികമായ അന്വേഷണം നടത്തി തെളിവുകൾ ശേഖരിച്ചതിന്റെ പേരിലാണ് SIT അന്വേഷണം നടത്തുന്നത്. SIT അന്വേഷണം നടത്തുമ്പോൾ FIR ഇട്ട് കേസെടുക്കാൻ, അതും ഈ കട്ടളപ്പാളി കേസിലും അല്ലാതെയും 2 FIR ഇട്ട് ഈ കേസ് അന്വേഷിക്കാനുള്ള തീരുമാനമെടുക്കുന്നത് കൃത്യമായി തെളിവുകൾ ഉണ്ടായി മഹസറുകളൊക്കെ പരിശോധിച്ചാണ്. നമുക്കറിയാവുന്നതാണ് ആദ്യഘട്ടത്തിൽ UB ഗ്രൂപ്പിന്റെ കമ്മ്യൂണിക്കേഷൻസിൽ കട്ടളപ്പാളി ഉണ്ടായിരുന്നില്ല എന്നുള്ളത്. പക്ഷേ പിന്നീട് കട്ടളപ്പാളി അടക്കം സ്വർണം പതിപ്പിക്കാനുള്ള തീരുമാനം എടുക്കുമ്പോൾ അതിനന്നും യാതൊരു വിവരങ്ങളും യാതൊരു രേഖപ്പെടുത്തലുകളും ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണോ വ്യക്തമാകുന്നത്? മാധു, ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിലേക്ക് അന്വേഷണം ആഴ്ന്നിറങ്ങുമ്പോൾ ഞെട്ടിപ്പിക്കുന്ന പല വസ്തുതകളും തന്നെയാണ് പുറത്തേക്ക് വരുന്നത്. ഈ കട്ടളപ്പാളിയിൽ പുതിയ FIR രജിസ്റ്റർ ചെയ്യാനുള്ള നിർദ്ദേശവും പോകുന്നത് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൽ നിന്ന് തന്നെയാണ്. ദേവസ്വം ബെഞ്ചാണ് ഈ സ്വർണ്ണപ്പാളി കട്ടളപ്പാളി അടക്കം അഴിച്ചു കൊണ്ടുപോയതിലും FIR രജിസ്റ്റർ ചെയ്യാനുള്ള നിർദ്ദേശമുണ്ടാകുന്നത്. മാധു നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷേ ഇതിന്റെ പരിശോധനയിലേക്ക് ചെല്ലുമ്പോൾ ദേവസ്വത്തിന്റെ ഓരോ സ്വത്തുവകകളും അതോടൊപ്പം തന്നെ അവിടെ ഓരോ ഭക്തന്മാർ നൽകിയിരിക്കുന്ന ഇത്തരത്തിൽ വിലപിടിപ്പുള്ള സമർപ്പണങ്ങളും എല്ലാം അവിടുത്തെ രജിസ്റ്ററിൽ രേഖപ്പെടുത്തണം. അതായത് കൃത്യമായും ഈ നമ്മൾ മനസ്സിലാക്കുന്നത് നമ്പർ 4 രജിസ്റ്ററാണ് അതിനുള്ളത്. ആ രജിസ്റ്ററിലേക്ക് ഈ എല്ലാ സ്വത്തുവകകളും രേഖപ്പെടുത്തണം. ഇപ്പോൾ ഞാനോ മാധുവോ ആരെങ്കിലും അവിടെ ഒരു സമർപ്പണവുമായി ഒരു സ്വർണ്ണമാലയോ സ്വർണ്ണ ലോക്കറ്റോ എന്ത് സമർപ്പിച്ചാലും അത് സ്വർണ്ണമാണ് എന്ന് ഉറപ്പുവരുത്തി അതിനു വേണ്ടിയിട്ടാണ് അവിടെ ദേവസ്വത്തിന്റെ ഒരു സ്മിത്ത് ഉള്ളത്. അയാൾ ഈ നമ്മൾ നൽകുന്ന സാധനം സ്വർണ്ണമാണെന്ന് ഉറപ്പാക്കണം, അതിന്റെ തൂക്കമെടുക്കണം, അത് രജിസ്റ്ററിൽ രേഖപ്പെടുത്തണം. ഈ 99-ൽ വിജയ് മല്യ സ്വർണം പൊതിഞ്ഞ ശേഷവും ഈ നടപടിക്രമങ്ങൾ
കാര്യങ്ങളൊക്കെ അവിടെ പൂർത്തീകരിക്കേണ്ടതായിരുന്നു യഥാർത്ഥത്തിൽ. പക്ഷേ അതൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നത് മുൻ ദേവസ്വം കമ്മീഷണറും അതോടൊപ്പം തന്നെ ദേവസ്വം പ്രസിഡന്റും ഒക്കെയാണ്. അതാണ് നമ്മളെ ഞെട്ടിപ്പിക്കുന്ന വസ്തുത. എന്തായാലും SITക്ക് ഈ രേഖ കണ്ടെടുക്കാൻ കഴിയുമോ എന്നത് ഈ കേസിന്റെ മുന്നോട്ട് പോക്കിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള കാര്യമാണ്. കാരണം അല്ലാത്ത പക്ഷം ഇതിന്റെ തെളിവിലേക്ക് തുടർച്ചയായി ഉണ്ടാകുന്ന N വാസുവിന്റേതാണെങ്കിലും A പത്മകുമാറിന്റെയും ആണെങ്കിലും ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട വാർത്തകളിലൊക്കെ ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അവിടെ സ്വർണം പതിച്ചതിന് തെളിവില്ല എന്നുള്ളതാണ്. സ്വർണം പതിച്ചിട്ടില്ല എന്നുള്ളതല്ല, സ്വർണം പതിച്ചതിന് തെളിവില്ല എന്നുള്ളതാണ്. ആ തെളിവില്ലായ്മ ഉണ്ടാകുന്നത് കെടുകാര്യസ്ഥത കൊണ്ടാണ്. ആ തെളിവില്ലായ്മ ഉണ്ടാകുന്നത് ഔദ്യോഗിക കൃത്യനിർവഹണത്തിലെ വീഴ്ച കൊണ്ടാണ് എന്നുള്ളത് നോക്കുമ്പോൾ 98 മുതൽ ഇങ്ങോട്ടുള്ള അന്വേഷണങ്ങൾക്കാണ് അത് നാന്ദി കുറിക്കുക എന്നതുകൂടി നമുക്ക് വിചാരിക്കാൻ കഴിയുന്നതാണ്. ബില്ലാണ് വിശദമായ വിവരങ്ങൾ നൽകുന്നത്.